ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കർവിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ ഡിസ്കസ് ആക്കി അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഉള്ളത് ഡിഫറൻഷ്യൽ ഫോർമുല ഫോർ ആർക്ക് ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? y = f(x) എന്നുള്ളത് ഒരു കർവിൻ്റെ എന്താണ് ഇക്വേഷൻ ആണെങ്കിൽ ആ കർവിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് ഇൻറ്റഗ്രേഷൻ ഫ്രം a to b എന്താണ് √1 + f'(x) ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ. ഇതാണ് എന്ത് ആ കർവിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഫോർമുല എന്നുള്ളത് എന്താണ്? ഈ ഫങ്ഷനാണ്. ആ ഫങ്ഷൻ എന്താണ്? s(x) എന്നുള്ളത് ഇൻറ്റഗ്രേഷൻ ഫ്രം a to x √1 + f'(t) ഹോൾ സ്ക്വയർ dt. അതായത് ഇഫ് ഒരു ഫങ്ഷൻ കൺസിഡർ ആക്കുക, അതായത് കർവിനെ കൺസിഡർ ആക്കുക, y = f(x) and if f' is continuous on the closed interval ab, then by fundamental theorem of calculus we define a new function. അപ്പോൾ നിങ്ങൾ എന്താണ് y = f(x) എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ആക്കുക. അതിൽ f' എന്നുള്ളത് കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. അപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് ഒരു പുതിയ വേരിയബിളിന് ഒരു പുതിയ ഫംഗ്ഷനെ നിങ്ങൾ എന്താക്കുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ഫംഗ്ഷൻ എന്താണ്? ആ ഫംഗ്ഷനെ s(x) എന്ന് ഡിനോട്ട് ചെയ്യും. സോ ആ ഫംഗ്ഷൻ എന്നുള്ളത് എന്താണ്? ഇൻറ്റഗ്രേഷൻ ഫ്രം a to x √1 + f'(t) ഹോൾ സ്ക്വയർ dt. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫോർമുല എന്താണിത്? ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ലെങ്ത്തിൻ്റെ ഫോർമുല നോക്കിയാൽ ലെങ്ത്തിൻ്റെ ഫോർമുല എന്താണ്? ഇൻറ്റഗ്രേഷൻ ഫ്രം a to b √1 + f'(x) ഹോൾ സ്ക്വയർ dx. ഇതാണ് എന്ത്? ലെങ്ത്ത്. ഒരു കർവിൻ്റെ ലെങ്ത്തിൻ്റെ ഫോർമുലയാണ് ഇത് അല്ലേ. അപ്പോൾ ആ ഫോർമുലയിൽ ലെങ്ത്തിൻ്റെ ഫോർമുലയിൽ L = ഇൻറ്റഗ്രേഷൻ a to b √1 + f'(x) ഹോൾ സ്ക്വയർ dx. ഇപ്പോൾ നിങ്ങൾ ഈ ഫോർമുലയും ഈ ഫംഗ്ഷനും കമ്പയർ ആക്കിയെങ്കിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഇവിടെ എന്താണുള്ളത്? ഇൻറ്റഗ്രേഷൻ a to b എന്നുണ്ടായിരുന്നത് a to x ആയിട്ട് റീപ്ലേസ് ചെയ്തു. ആ b എന്നുള്ള പർട്ടിക്കുലർ വാല്യൂവിനെ ഒരു ജനറൽ വാല്യൂ x ആയിട്ട് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ ഈ f'(x) എന്നുള്ളത് വേരിയബിളിന് ചേഞ്ച് ആക്കി. ഇവിടെ ഞങ്ങൾ ജനറലായിട്ട് ഒരു x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേരിയബിൾ തന്നെ ഇവിടെ എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ t എന്ന് എഴുതിയത് നിങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ b എന്നുള്ളതിന് ജനറലായിട്ട് ഒരു നമ്പർ x ആയിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ബാക്കിയൊക്കെ സെയിം ആണ്. √1 + f'(t) ഹോൾ സ്ക്വയർ dt. അപ്പോൾ ടി എന്തിനാ എഴുതിയത്? ഇവിടെ ആൾറെഡി എക്സ് എടുത്തു അല്ലേ. ഇപ്പോൾ നിങ്ങൾ ജനറലായിട്ട് വേരി ആവുന്ന വാല്യൂ, ചേഞ്ച് ആവുന്ന വാല്യൂവിന് നിങ്ങൾ എക്സ് ആണ് എടുക്കുന്നത് അല്ലേ. ദ വാല്യൂ വിച്ച് ഈസ് വേരിയിങ് ഓർ ചേഞ്ചിങ്. അപ്പോൾ നിങ്ങൾ എക്സിനെ നിങ്ങൾ വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഇൻറ്റഗ്രേഷൻ a to x എന്ന് ഇവിടെ എക്സ് എഴുതിയത്. ഓക്കെ. അതുകൊണ്ട് ഇവിടെ വീണ്ടും എക്സ് എഴുതാനാവില്ല, അതുകൊണ്ടാണ് ടി എടുത്തത്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഈ സെയിം ഫോർമുലയിൽ എന്താണ്? ഈ ഒരു ബി എന്നുള്ള പ്ലേസിൽ പർട്ടിക്കുലർ വാല്യൂ ആണ് ഉണ്ടായിരുന്നത് ലെങ്ത്തിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ വാല്യൂവിനെ എന്തായി റീപ്ലേസ് ചെയ്തു? ഒരു വേരിയബിൾ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ a to x 1 + f'(t) ഹോൾ സ്ക്വയർ dt. അപ്പോൾ ഈ ഫംഗ്ഷനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ ഫോർമുല ഓർ ആർക്ക് ലെങ്ത്ത് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെയാണ് പറയുന്നത് ആർക്ക് ലെങ്ത്ത് ഫംഗ്ഷൻ എന്ന്. അതായത് s(x)നെയാണ് ആർക്ക് ലെങ്ത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദി ഫംഗ്ഷൻ s is called the arc length function for y = f(x). Now the function s is differentiable on open interval ab
ആൻഡ് അതായത് ഈ ഫംഗ്ഷൻ എന്താണ്, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിറൈവേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഡിറൈവേറ്റീവ് എന്താണ്, ലെഫ്റ്റ് സൈഡിൻ്റെ ഡിറൈവേറ്റീവ് എന്താണ്, ഡി എസ് ബൈ ഡി എക്സ്. റൈറ്റ് സൈഡിൻ്റെ ഡിറൈവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഡെറിവേറ്റീവും ഇൻറ്റഗ്രേഷനും എന്താണ്, ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതേഴ്സ് അല്ലേ. ഇൻറ്റഗ്രേഷനും ഡെറിവേറ്റീവും അത് എന്താണ്, ഇൻവേഴ്സസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷനിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് ലെഫ്റ്റ് സൈഡിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് ഡി എസ് ബൈ ഡി എക്സ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും എടുക്കണം. റൈറ്റ് സൈഡിൽ ആൾറെഡി ഇൻറ്റഗ്രേഷൻ ഓഫ് ഉണ്ട്. അപ്പോൾ ഇൻറ്റഗ്രേഷനിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്താണ്, ആ ഡെറിവേറ്റീവും ഇൻറ്റഗ്രേഷനും ക്യാൻസലായി ബാക്കിയുള്ള വാല്യൂ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. സോ അപ്പോൾ ഈ ഫംഗ്ഷനിൻ്റെ ഈ എസ് ഓഫ് എക്സ്, അതായത് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്നുള്ളത് ഡിഫറൻഷ്യേബിൾ ആണ്. ആ ഫംഗ്ഷനിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്താൽ എന്താണ് കിട്ടുക, ഡി എസ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എസ് ഓഫ് എക്സ് അത് നിങ്ങൾ പഠിക്കണം. എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ എ ടു എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി ടി എന്നുള്ളത് എന്താണ്, ആർക്ക് ലെങ്ത് ഫോർമുല. ഇറ്റ് ഈസ് ദി ആർക്ക് ലെങ്ത് ഫോർമുല ഫോർ ദി കർവ് y is equal to f of x. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ അണ്ടറിലെ എക്സാമ്പിൾസ് നോക്കാം. സോ എക്സാമ്പിൾ, read the question. Find the arc length function for the curve x cube by 12 plus 1 by x where x lies between 1 and 4. അതായത് ഈ ഫംഗ്ഷൻ, ഈ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്, എക്സ് ക്യൂബ് ബൈ 12 പ്ലസ് 1 ബൈ എക്സ് എന്നുള്ളത് കർവിൻ്റെ ഫോർമുലയാണ്. ആ കർവിന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആർക്ക് ലെങ്ത് ഫംഗ്ഷന് ഫോർമുല ഉണ്ടല്ലോ, ഇൻറ്റഗ്രേഷൻ എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ എ ടു എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. പിന്നെ എന്താക്കുക, എഫ് ഓഫ് എക്സ് എടുക്കുക. തന്ന ഫംഗ്ഷനിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. ഈ ക്വസ്റ്റനിൽ തന്ന കർവിൻ്റെ ഇക്വേഷനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 12 പ്ലസ് ഹാഫ് 1 ബൈ എക്സ് ആണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ, അതായത് എഫ് ഓഫ് ടി ആണ് വേണ്ടത്. അതായത് എഫ് ഡാഷ് ഓഫ് ടി വേണം, എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഒക്കെ വേണം അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എഴുതുന്നതിന് മുമ്പ് ഞങ്ങൾ എഫ് ഓഫ് ടി വേണം അല്ലേ. അപ്പോൾ എഫ് ഓഫ് ടി, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ആ കർവിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്താവും, എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് ടി എന്താണ്, ഈ ഫോർമുലയിൽ തന്നെ എക്സിൻ്റെ പ്ലേസിൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളത് എന്താവും, ടി ക്യൂബ് ബൈ 12 പ്ലസ് 1 ബൈ ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നെക്സ്റ്റ് എഫ് ഡാഷ് ഓഫ് ടി വേണം. എഫ് ഡാഷ് ഓഫ് ടി എന്താണ്, ഈ എഫ് ഓഫ് ടിയുടെ ഡിഫറൻസിയേഷൻ. എഫ് ഓഫ് ടിയുടെ ഡിഫറൻസിയേഷൻ എന്താണ്, എഫ് ഡാഷ് ഓഫ് ടി. അപ്പോൾ ഫസ്റ്റ് ടെർമിൻ്റെ ഡിഫറൻസിയേഷനോ, ടി ക്യൂബ് ബൈ 12ൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്, ആ 1 ബൈ 12 കോൺസ്റ്റൻറ്റ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ടി ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്, 3t സ്ക്വയർ അല്ലേ. ടി ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ 3t സ്ക്വയർ. സോ 3t സ്ക്വയർ ബൈ 12. അടുത്ത ടെർമിൻ്റെതോ 1 ബൈ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്, -1 ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 1 ബൈ ടി. അപ്പോൾ 1 ബൈ ടിയുടെ ഡിഫറൻസിയേഷൻ എന്താണ്, -1 ബൈ ടി സ്ക്വയർ. സോ വി ഹാവ് -1 ബൈ ടി സ്ക്വയർ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്നുള്ളത് എന്താവും, ഇവിടെ 3t സ്ക്വയർ ബൈ 12 എന്നുള്ളത് എന്താവും, 3t സ്ക്വയർ ബൈ 12 എന്നുള്ളതിൽ എന്തൊക്കെ ക്യാൻസൽ ആവും, 3 1s 3 4s 12. സോ ടി സ്ക്വയർ ബൈ 4 ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ. ടി സ്ക്വയർ ബൈ 4 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്നുള്ളത് ഇതാണ്. ബട്ട് നിങ്ങൾക്ക് എന്താണ് ഫോർമുലയിൽ വേണ്ടത്, എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഇപ്പോൾ കിട്ടിയ എഫ് ഡാഷ് ഓഫ് ടിയുടെ സ്ക്വയർ എടുക്കുക, അതായത് ഈ ടെർമിൻ്റെ സ്ക്വയർ എടുക്കുക. ആ ടെർമിൻ്റെ സ്ക്വയർ എടുത്താൽ എന്താവും, അതിങ്ങനെ എടുക്കുക, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ. സോ
അപ്പോൾ നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഇതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ വേണ്ടത്? 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ് അല്ലേ? 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. നിങ്ങൾ ഫസ്റ്റ് ഇതിന് ഈ ഇൻസൈഡ് ടേമിനെ സിംപ്ലിഫൈ ആക്കിയിട്ട് പിന്നെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് ഫസ്റ്റ് എന്താക്കുക, ഈ ടേമിനെ സിംപ്ലിഫൈ ആക്കിയിട്ട് പിന്നെ ഈ ഫോർമുലയിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ കിട്ടി. ഞങ്ങൾക്ക് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താണ്? 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്താണ്? ഈ ആൻസർ. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് ടി സ്ക്വയർ ബൈ 4 മൈനസ് 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് ഇവിടെ എഴുതിയത്. ഇത്രം ഈ ടേമിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് ഇവിടെ എഴുതിയത്. സിംപ്ലിഫൈ ചെയ്ത ശേഷമാണ് ഈ ടേം കിട്ടിയത്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത ശേഷം കിട്ടുന്ന ടേമാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇത്ര എന്താണ്? ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താക്കണം? 1 പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതിലേക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇല്ലെങ്കിൽ ചില ആൾക്കാർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതും. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല. ഈ ഫോർമുലേനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ഈ ലാസ്റ്റ് ടേമിൽ എന്താണ്? 2ab 2t സ്ക്വയർ ബൈ 4 ഇൻറ്റു 1 ബൈ ടി സ്ക്വയർ ആണ് അവിടെ ഉണ്ടാവുക. ഈ ടി സ്ക്വയറും ഗെറ്റ്സ് ക്യാൻസൽ, ടി സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ എന്താണ് ബാക്കി ഉണ്ടാവുക? 2/4 ആണ് ബാക്കി ഉണ്ടാവുന്നത്. 2/4 എന്ന് വെച്ചാൽ 1/2 ആണ് അല്ലേ? 2 1s 2 2s 4. സോ 1/2 ആണ് ബാക്കി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 1/2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ നോട്ട്സ് ചെയ്തും എങ്ങനെ തന്നെ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് കോപ്പി ആക്കരുത്. നിങ്ങൾ എന്താക്കണം? നിങ്ങൾ സ്റ്റെപ്പൊക്കെ നോക്കണം. ഓക്കെ, സ്റ്റെപ്പൊക്കെ നോക്കണം. അങ്ങനെ തന്നെ കോപ്പി എടുക്കരുത് നോട്ട്സിനെ. അപ്പോൾ ഈ 1 മൈനസ് ഹാഫ് എന്നുള്ളത് 1 minus half is half. So t power 4 by 16 plus 1 by t power 4. അപ്പോൾ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ആക്കിയാൽ t power 4 by 16 എങ്ങനെ എഴുതാം? ഈ t power 4 by 16 t power 4 by 16 t സ്ക്വയർ ഹോൾ സ്ക്വയർ ബൈ 16 4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ടി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ആണ് ടി പവർ 4 ബൈ 16 എന്ന് വെച്ചാൽ 4 സ്ക്വയർ. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ ബൈ 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ടി പവർ 4 ബൈ 16 ടി സ്ക്വയർ ബൈ 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ ഇതെന്താണ്? 1 ബൈ ടി പവർ 4 എന്ന് എങ്ങനെ എഴുതാം? 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ? 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് വീണ്ടും എന്തായി? ഈ ഹാഫ് എന്നുള്ള ടേമിനെ നിങ്ങൾ ഇങ്ങനെ റീപ്ലേസ് ആക്കിയിട്ട് എഴുതി, വീണ്ടും റീപ്ലേസ് ആക്കിയിട്ട് എഴുതി. അപ്പോൾ അങ്ങനെ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് കിട്ടും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല കിട്ടും. കാരണം ഇത് എ സ്ക്വയർ, ഇത് നിങ്ങൾ ബി സ്ക്വയർ, പിന്നെ ഇത് 2ab എന്ന് നിങ്ങൾ കൺസിഡർ ആക്കിയാൽ ആ ഫോർമുല എന്താവും? ടി സ്ക്വയർ ബൈ 4 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല ആണ് കിട്ടുന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല. അപ്പോൾ നിങ്ങൾ ഈ 1 പ്ലസ് ടി സ്ക്വയർ ബൈ 4 മൈനസ് 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റിൽ കിട്ടുന്നത്? ഇതാണ് ലാസ്റ്റിൽ കിട്ടുന്നത് അല്ലേ? ദിസ് ആൻസർ ഇറ്റ് ഈസ് എന്താണ്? ടി സ്ക്വയർ ബൈ 4 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇത്ര ടേം കിട്ടി. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന ടേം
കിട്ടി അല്ലേ. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്നുള്ളത് ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എസ് ഓഫ് എക്സ് എന്നുള്ളത് എന്താണ്? എസ് ഓഫ് എക്സ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്നുള്ളത് എന്താണ്? ഇൻറ്റഗ്രേഷൻ എ ടു എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ്, ഇപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നായിട്ടുണ്ട് എഴുതുമ്പോൾ മിസ്റ്റേക്ക്, അത് എഫ് ഡാഷ് ഓഫ് ടി ആവണം. ഓക്കെ, ഇത് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആവണം. സോ എസ് ഓഫ് എക്സ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്നുള്ളത് എന്താണ്? ഇൻറ്റഗ്രേഷൻ എ ടു എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ഡി ടി. അപ്പോൾ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇതാണ് അല്ലേ, ടി സ്ക്വയർ ബൈ 4 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതെന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്താണ്? ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറും ഈ സ്ക്വയർ റൂട്ടും എന്താവും? സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് എന്താണ്? ഈ ഉള്ളിലുള്ള ടേം മാത്രമാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഇവിടെ എ എത്രയാണ്? എ എന്താണ്? വാട്ട് ഈസ് എ? എ എന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ടു ബി എന്ന് നിങ്ങൾ പറയും അല്ലേ. അപ്പോൾ എ ടു ബിയിൽ എ എന്നുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ എയിലേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേഷൻ എ ടു എക്സ് എന്നുള്ളത് ഇൻറ്റഗ്രേഷൻ 1 ടു എക്സ് എന്നാവും. പിന്നെ ഈ സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് ഈ ഇൻസൈഡ് ടേം മാത്രമാണ്. സോ ഇൻറ്റഗ്രേഷൻ 1 ടു എക്സ് ടി സ്ക്വയർ ബൈ 4 പ്ലസ് 1 ബൈ ടി സ്ക്വയർ. പിന്നെ എന്താക്കുക? ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? ടി സ്ക്വയർ ബൈ 4ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? 1/4 കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ തന്നെ ഉണ്ടാവും. ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? ടി ക്യൂബ് ബൈ 3. അപ്പോൾ ടി ക്യൂബ് ബൈ 4 × 3 ആണ് ഇൻറ്റഗ്രേഷൻ ഓഫ് ടി സ്ക്വയർ ബൈ 4. അടുത്ത ടേം എന്താണ്? 1/t സ്ക്വയർ. 1/t സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? വാട്ട് ഈസ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് 1/t സ്ക്വയർ? 1/t സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എങ്ങനെ ചെയ്യുക? 1/t സ്ക്വയറിനെ ടി പവർ -2 എന്ന് എഴുതാം അല്ല. അപ്പോൾ ടി പവർ -2യുടെ ഇൻറ്റഗ്രേഷൻ എന്താണ്? ടി പവർ -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1. ടി പവർ -2 പ്ലസ് 1 എത്ര? ടി പവർ -1 ബൈ -1 എന്ന് വെച്ചാൽ ടി പവർ -1 ബൈ -1 എന്ന് വെച്ചാൽ എത്രയാണ്? എന്താണ് ഇത് ആൻസർ? -1/t ആണ്. -1/t. സോ ഇൻറ്റഗ്രേഷൻ ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം 1 ടു എക്സ്. അപ്പോൾ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പർ ലിമിറ്റ് എത്ര? എക്സ്. അപ്പോൾ അതായത് ഈ ടേമിലേക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അപ്പർ ലിമിറ്റ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തു. മൈനസ് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റാണ്, ഇത് ലോവർ ലിമിറ്റാണ് അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എത്ര? 1. അതായത് ഇതിലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതാണ് കിട്ടുക. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയി. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്താൽ ഇതാണ് ആൻസർ കിട്ടുക. x³ / 12 - 1/x + 11/12 ആണ് ആൻസർ കിട്ടുക. സോ ചെക്ക് ദി ആൻസർ.